ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. രാവിലെ തന്നെ ഞങ്ങളൊന്ന് പുറത്ത് പോവാണ്. ബാങ്കിൽ പോകണം, പിന്നെ സലാലയിലൊന്ന് പോകണം. അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളുണ്ട്. അപ്പം ഞാൻ ഇറങ്ങി. ഏട്ടനുണ്ട്. ഏട്ടന് ബാങ്കിലൊന്ന് പോകേണ്ട ആവശ്യമില്ല. ഇപ്പം നേരെ പോകുന്നത് ബാങ്കിലേക്കാണ്. പിന്നെ ഒന്ന് രണ്ട് സ്ഥലത്തൂടി പോകാനുണ്ട്. അപ്പോൾ ഏട്ടൻ ബാങ്കിലേക്ക് കയറിയിട്ടുണ്ട്. അതുവരെ ഞങ്ങൾ കാറിൽ തന്നെ ഇരുന്നു. അങ്ങനെ ബാങ്കിലെ പരിപാടിയൊക്കെ വേഗം കഴിഞ്ഞു. പിന്നെ ഞങ്ങൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഏതെങ്കിലും റെസ്റ്റോറൻറ്റിൽ കയറാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഏതെങ്കിലും ഗുജറാത്തി ഹോട്ടലിൽ കയറാമെന്ന്. അപ്പോൾ എനിക്കിഷ്ടമാണ് ഗുജറാത്തി ഫുഡ് കഴിക്കാൻ. അങ്ങനെ ഞങ്ങളൊരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റിൽ കയറിയിട്ടുണ്ട്. അപ്പോൾ മോക്ക് മെനു നോക്കാൻ വേണ്ടിയിട്ട് മോക്ക് വേണമെന്ന് പറഞ്ഞിട്ട് മോള് വാശി പിടിച്ചൊരു മെനു വാങ്ങിയിട്ടുണ്ട്. അവൾക്കൊരു ബേബി സീറ്റൊക്കെ കൊടുത്തിട്ടുണ്ട് അവിടുന്ന്. അങ്ങനെ ഫുഡിൻ്റെ ഓർഡറൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇനി ഫുഡ് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാനാണ്. ഞാനൊരു ചീസ് ദോശയാണ് പറഞ്ഞത്. ഏട്ടനൊരു മസാല പൊറോട്ടയാണ് പറഞ്ഞത്. പിന്നെ ഞാനും മോളും കൂടി ഷെയർ ചെയ്തോളും. പിന്നെ അവൾക്ക് ഒരു വടയും കൂടി പറഞ്ഞിട്ടുണ്ട്, ഉഴുന്ന് വട. അപ്പോൾ അത്രയേ ഉള്ളൂ. അവൾക്കിപ്പോൾ ഒരു വട കൊണ്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഫസ്റ്റ് തന്നെ എൻ്റെ ഫുഡ് വന്നു. അപ്പോൾ ചീസ് ദോശയാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ നല്ല ക്രീമി ചീസ് ദോശ കിട്ടി. എനിക്ക് ചീസിൻ്റെ ടേസ്റ്റ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ ഒന്ന് ടേസ്റ്റ് നോക്കുകയാണ്. നല്ല അടിപൊളി ദോശയായിരുന്നു. നല്ല മൊരിഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനോട് ചീസും കൂടി ആയപ്പോൾ അടിപൊളി. ഏട്ടൻ്റെ ഫുഡ് എത്തി, മസാല പൊറോട്ട. അതിനേക്കാൾ സൂപ്പറായിരുന്നു. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. അതെനിക്ക് ഒരുപാട് ഇഷ്ടമായി. പൊറോട്ടയുടെ ഉള്ളിൽ കുറച്ച് സവോളയും മസാലയൊക്കെ ഉണ്ടായിരുന്നു. അതാണ് സൂപ്പർ. അതിൻ്റെ കൂടെ കഴിക്കാൻ അതിനുള്ളിൽ ഫില്ല് ചെയ്തിട്ടുള്ളതാണ്. പിന്നെ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ വാഷ്റൂമിൽ പോയി വാഷ് ചെയ്ത് തിരിഞ്ഞു നോക്കുമ്പോൾ ഏട്ടൻ്റെ ഒരു നിൽപ്പ് അത് കണ്ടപ്പോൾ മോളൊന്ന് ഞെട്ടി. രണ്ട് കയ്യിലും ഐസ്ക്രീമും പിടിച്ച് നിൽക്കുന്നുണ്ടായിരുന്നു ഏട്ടൻ. അത് മോളൊട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. അത് കണ്ടപ്പോൾ മോൾക്ക് ഭയങ്കര സന്തോഷമായി. ചാടി കയറി ഐസ്ക്രീം കുടിക്കാനൊക്കെ പോയി. ഒന്ന് എനിക്കും ഒന്ന് മോക്കുമാണ്. ഏട്ടൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല. ഏട്ടൻ അങ്ങനത്തെ ഒന്നും വലിയ ഇഷ്ടമില്ല. നല്ല അടിപൊളി ഐസ്ക്രീമായിരുന്നു. വാനില ഐസ്ക്രീമാണ് വാങ്ങിച്ചത്. ഇത് അവിടെ നിന്ന് തന്നെ ഉണ്ടാക്കുന്ന ഐസ്ക്രീമാണ്. അപ്പോൾ നല്ല ഫ്ലേവർ, നല്ല സൂപ്പറായിരുന്നു. അത് ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് ഉണ്ടായിരുന്നു അതിന്. അങ്ങനെ ഐസ്ക്രീമൊക്കെ കുടിച്ചുകൊണ്ട് ഞങ്ങൾ പോവാണ് റൂമിലേക്ക്. നേരെ റൂമിലേക്കാണ് ഇനി പോകുന്നത്. ഞങ്ങൾ ഫ്ലാറ്റിലെത്തിയിട്ടുണ്ട്. ഇനി നേരെ റൂമിലേക്കാണ്. അപ്പോൾ ഇന്ന് വെള്ളിയാഴ്ചയാണ്. അപ്പോൾ ഏട്ടൻ്റെ ഫ്രണ്ട്സൊക്കെ വരും. ഇന്ന് ലീവല്ലേ. അപ്പോൾ എല്ലാവരും ഏട്ടൻ്റെ ഫ്രണ്ട്സൊക്കെ വരും. അപ്പോൾ അവർക്കും കൂടി ഫുഡ് ഇന്ന് വെക്കണം. അപ്പോൾ ഇന്ന് നെയ്ച്ചോറും ചിക്കൻ കറിയൊക്കെ ആക്കാമെന്ന് വിചാരിച്ചു. പോയിട്ട് വേണം ഇന്ന് ഫുഡിൻ്റെ പരിപാടിയൊക്കെ തുടങ്ങാൻ. അപ്പോൾ പിന്നെ ഞാൻ പെട്ടെന്ന് തന്നെ റൂമിൽ പോയിട്ട് ഫുഡിൻ്റെ പരിപാടിയൊക്കെ നോക്കുകയാണ്. ഇവിടെ ചിക്കൻ കറി ഏകദേശം ആയിക്കൊണ്ടിരിക്കുകയാണ്. വറുത്തരച്ച ചിക്കൻ കറിയാണ് ഞാൻ വെക്കുന്നത്. വറുത്തരച്ച ചിക്കൻ കറിയും നെയ്ച്ചോറും. അപ്പോൾ അതിനുള്ള തേങ്ങ ഞാൻ വറുത്തുകൊണ്ടിരിക്കുകയാണ്.